ഫ്രാൻസിസ് പാപ്പ ഒരനുസ്മരണം. ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചയൂണും കഴിഞ്ഞ് ഒരു പകുതി മയക്കത്തിലായിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് അൽഫോൻസ ഫ്രാൻസിസ് ഗദ്ഗതത്തോടെ വിളിച്ചു പറഞ്ഞത്, അച്ഛാ കേട്ടോ, അറിഞ്ഞോ, നിനക്കെന്താ ഇത്ര ടെൻഷൻ, കാര്യം പറയൂ. ഞാൻ പറഞ്ഞു, നമ്മുടെ പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചുപോയി. തൊട്ടു പിന്നാലെ ലൂർദ് പള്ളിയിലെ മണി അസാധാരണമാം വിധം താളത്തിൽ അടിക്കുന്നതും കേട്ടു. ഫ്രാൻസിസ് പാപ്പ മരിച്ചുപോയി. ഞാനും ഏറെ ദുഃഖിതനാണ്. പാപ്പായുമായി ഉള്ളടുപ്പമുണ്ടാവാൻ 2 കാരണങ്ങളുണ്ടായി. ഒരു കാര്യം, നേരത്തെ 2015-ലോ 2016-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു, തൃശ്ശൂർ അതിരൂപതയിലെ പ്രീസ്റ്റ് സെനറ്റിലെ അച്ഛന്മാർക്ക് ലൗദാത്തോ സി എന്ന പിതാവിൻ്റെ ചാക്രിക ലേഖനം അവതരിപ്പിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അന്ന് അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ജോൺ അയ്യങ്കാനായിൽ അച്ഛനാണ് എന്നെ അതിന് ക്ഷണിച്ചത്. ആ ചാക്രിക ലേഖനത്തിൻ്റെ ദർശനം വെച്ച് 10-25 നിർദ്ദേശങ്ങൾ നമ്മുടെ അതിരൂപതയിൽ ഉണ്ടാവണമെന്ന് ഉള്ള താല്പര്യപൂർവ്വം ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ തെരുവ് നായ്ക്കളെ എന്തു ചെയ്യും എന്ന് ഒരച്ഛൻ ചോദിച്ചതൊഴിച്ച് മറ്റു ചോദ്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ലൗദാത്തോ സിക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് നമ്മുടെ അതിരൂപതയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. മറ്റൊരു കാര്യം, 50 നോമ്പിൻ്റെ തൊട്ടു മുമ്പ് അഭിമന്യ ഫ്രാൻസിസ് പാപ്പായുടെ ജീവചരിത്രം ഹോപ്പ് എന്ന പുതിയ പുസ്തകം എനിക്ക് ലഭിക്കുകയുണ്ടായി. മാർ ബോസ്കോ പിതാവാണ് അതെനിക്ക് തന്നത്. അത് വായിച്ചപ്പോൾ ശരിക്കും ഒരു മനുഷ്യത്വമുള്ള മുഖം, അഭിമന്യ പിതാവിൻ്റെ മുഖം എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. 1-2 കാര്യങ്ങൾ പുസ്തകത്തിൽ നിന്ന്. പ്രൈമറിയിലോ അപ്പർ പ്രൈമറിയിലോ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, നമുക്ക് കല്യാണം കഴിക്കാം എന്നും പറഞ്ഞ് ഒരു വീടിൻ്റെ പടം വരച്ച് ഈ വീട്ടിൽ നമുക്ക് താമസിക്കാം എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിക്ക് പാപ്പ കൊടുത്തതായിട്ട് ഫ്രാൻസിസ് എന്ന് പറയുന്ന കുട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപ്പ തുടർന്ന് എഴുതുകയാണ്, അതേ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ അവളുടെ വീടിൻ്റെ പരിസരത്തെത്തുമ്പോഴൊക്കെ അവളുടെ അമ്മ ചൂലും കെട്ടെടുക്കും. അവൾ മറ്റൊരു വഴിക്ക് പോവുകയും ചെയ്തു. ഞാൻ ഓർക്കുകയാണ്, ചൂലെടുത്തില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുമായിരുന്നേ? ഒരു പക്ഷേ നമുക്കൊരു മാർപ്പാപ്പ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ആ ചിത്രം ജീവിതാവസാനം വരെ സൂക്ഷിക്കുകയുണ്ടായി എന്ന് രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. മാർപ്പാപ്പ ആ കുട്ടിയുമായി അല്ലെങ്കിൽ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ജീവിതാവസാനം വരെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാപ്പ എഴുതുന്നത് എസ്തർ എന്ന വനിതയെ കണ്ടുമുട്ടിയതുമായി ബന്ധപ്പെട്ടാണ്. എസ്തറിന് അന്ന് 35 വയസ്സ് പ്രായമുണ്ട്. 3 പെൺകുട്ടികളുടെ അമ്മയാണ്. ഒരു
ലാബിലെ ഉദ്യോഗസ്ഥയാണ്. ഫ്രാൻസിസിന് പ്രായം 17. ലാബ് എന്ന് പറയുമ്പോൾ രക്തം, മലം, മൂത്രം പരിശോധിക്കുന്ന ലാബല്ല, ഫുഡ് ഐറ്റംസാണ് പരിശോധന. വളരെ കർശനക്കാരിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. ഫ്രാൻസിസിന് അവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ടത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നവളും വലിയ വായനക്കാരിയും ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നവളുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അർജൻറ്റീനയിൽ പട്ടാള ഏകാധിപത്യ ഭരണമായിരുന്നു. ഒരുപാട് ചെറുപ്പക്കാർ, ആ പ്രതിരോധത്തിൽ ഏർപ്പെട്ടവർ ഡിസപ്പിയർ ചെയ്ത ചരിത്രമുണ്ട്. അത്തരം അമ്മമാരെയൊക്കെ സംഘടിപ്പിക്കുന്നതിൽ എസ്തർ മുൻപന്തിയിലായിരുന്നു. എസ്തറിനെയും പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അന്വേഷിച്ചപ്പോൾ പാപ്പായ്ക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ അറിയാൻ കഴിഞ്ഞത് ജീവച്ഛവമാക്കിയിട്ട് വിമാനത്തിൽ കൊണ്ടുപോയി ഉയരത്തിൽ നിന്ന് കടലിലേക്ക് മറ്റു പലരെയും പോലെ എസ്തറിനെയും തള്ളുകയായിരുന്നു. കടലിൽ വീഴുന്ന ആ ഇമ്പാക്റ്റിൽ അവൾ മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് പാപ്പായുടെ പിന്നീടുള്ള കണ്ടെത്തലും നിഗമനവും. അവർ ഒരിടതുപക്ഷ ചിന്താഗതിക്കാരിയായിരുന്നുവെന്നും മാർപ്പാപ്പ രേഖപ്പെടുത്തുന്നത് അവളെന്നെ ചിന്തിക്കാൻ പഠിപ്പിച്ചു. ഷീ ടോട്ട് മീ ടു തിങ്ക് അബൌട്ട് പൊളിറ്റിക്സ് എന്ന് കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപ്പായായ അവസരത്തിൽ ഹാളിൽ നിന്ന് കർദിനാളന്മാരെല്ലാവരും പുതിയ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് കടക്കുകയാണ്. ദിവസങ്ങളോളം കാത്തുനിന്ന ഒരു കാര്യം. കർദിനാളന്മാരൊക്കെ പുറത്ത് കടന്നപ്പോൾ ഒരു ആർച്ച് ബിഷപ്പ് വന്ന് പുതിയ ഫ്രാൻസിസ് പാപ്പായുടെ ചുവട്ടിൽ പറഞ്ഞു, ഒരു ടോസ്റ്റ് പറയണം. പാപ്പ കർദിനാൾമാർ കൂടിയിരുന്ന ആ ഹാളിൽ ഒരു കൊച്ചു ഗ്ലാസ്സിൽ വൈൻ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞ വാചകം വൈറലായി. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതിതാണ്, മേ ഗോഡ് ഫോർഗിവ് യു. ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. ചിന്തിക്കുമ്പോൾ ചിരി വരുത്തുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആ പുസ്തകത്തിൽ പാപ്പ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓർക്കുന്നു. പാപ്പ പറയുകയാണ്, പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഹു ആർ യു? നിങ്ങൾ ആരാണ്? പാപ്പ പറയുന്ന മറുപടി, ഐ ആം എ സിന്നർ. ഞാനൊരു പാപിയാണ്, പാപിയായ മനുഷ്യനാണ്. ഈ ശൈലി, ഈ ചിന്ത അഭിമന്യ ഫ്രാൻസിസ് പാപ്പ പല വേദികളിലും പങ്കിട്ടത് കേട്ട് മറ്റൊരു പത്രപ്രവർത്തകൻ പറയുകയുണ്ടായി, ഐ ആം സർപ്രൈസ്ഡ് അറ്റ് ദിസ്. അതിന് പാപ്പ പറഞ്ഞ മറുപടിയും വൈറലായി, ഐ ആം സർപ്രൈസ്ഡ് അറ്റ് യുവർ സർപ്രൈസ്. ഫ്രാൻസിസ് പാപ്പ 3 കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കുക, എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുക. അതിപ്പോൾ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അഭിമന്യ ഫ്രാൻസിസ് പാപ്പായുടെ കാലത്ത് നടന്ന ഒരു സിനഡാണ്. സിനഡാലിറ്റിയെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും എഴുതാനും വേണ്ടി പിതാക്കന്മാരുടെ ഒരു സിനഡ് ഫ്രാൻസിസ് പാപ്പ വിളിച്ചു കൂട്ടുകയുണ്ടായി. ആധുനിക കാലഘട്ടത്തിലും ഇനി ഭാവിയിലും അധികാരത്തിൻ്റെ ധാർഷ്ട്യമല്ല, നരകത്തെക്കുറിച്ചുള്ള പേടിയല്ല, സിനഡാലിറ്റിയാണ് നമ്മെ
ഒരുമിച്ച് നിർത്തുന്ന കാര്യമെന്ന് പാപ്പ അടിവരയിട്ട് പറയുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലോകത്തിന് വേണ്ടിയിട്ടും ഒരു പിടിവള്ളി, വ്യക്തിയെ സംബന്ധിച്ച് പ്രതീക്ഷയും പ്രത്യാശയുമാണ് പിടിവള്ളിയെങ്കിൽ, സഭയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടത്തിൽ സിനഡാലിറ്റിയാണ് പിടിവള്ളിയെങ്കിൽ, ലോകത്തെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പിടിവള്ളിയെന്ന് ഫ്രാൻസിസ് പാപ്പ ശക്തിയുക്തം അടിവരയിട്ട് ലൗദാത്തോ സിയിലും അതേ തുടർന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്ക് പാപ്പായുടെ ആത്മകഥയിൽ നിന്ന് പ്രതീക്ഷയെക്കുറിച്ചുള്ള പാപ്പായുടെ ചില കാര്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. ബി ഷുവർ ഓഫ് ഇറ്റ്, the deepest, happiest, most beautiful reality for us, for those we love, has yet to come. Even if some statistic tells you the opposite, even if tiredness weakens your powers, never lose this hope that cannot be beaten. Pray with these words, and if you are unable to pray, murmur them to yourself. Do it even if your faith is weak. Murmur it until you believe it. Murmur it also to those in despair, to those with little love. The best wine has yet to be served. So long as we continue to find cheer in the gaze of a child and in the infinite possibilities of goodness, so long as we allow mercy to dwell within us, everything will always be possible. We can say with the lines of the poet Nissim Hikmet, "The most beautiful sea has not been crossed yet. The most beautiful child has not grown up yet. Our most beautiful days we have not seen yet. And the most beautiful words I wanted to tell you, I have not said. The wind of the Spirit has not stopped blowing. Have a good journey, brothers and sisters." മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വിട. ഓം ശാന്തി ശാന്തി ശാന്തി.